ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സയൻസിൽ നിന്നുള്ള 3ാമത്തെ ചാപ്റ്റർ വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിലെ സയൻസിൽ നിന്നുള്ള 1ഉം 2ഉം ചാപ്റ്ററുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാണാത്തവർ കണ്ടതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ 7ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് വൈദ്യുതിയുടെ ലോകം. അയ്യോ, കറണ്ട് പോയി, ഒന്നും കാണുന്നില്ലല്ലോ, അവിടെ എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ, അത് ഓൺ ചെയ്താൽ പോരെ മുത്തച്ഛ എന്ന് കുട്ടി ചോദിക്കുന്നുണ്ട്. വീട്ടിലെ ഒരു സന്ദർഭമാണ് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ? രാത്രി വൈദ്യുതി ഇല്ലാതാവുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായി എന്താണ് ചെയ്യുന്നത്? മെഴുകുതിരി ഉപയോഗിക്കുന്നു. അപ്പോൾ സാധാരണ നമ്മൾ കറണ്ട് പോയാൽ എന്തൊക്കെ ചെയ്യും? മെഴുകുതിരി ഉപയോഗിക്കും. അതുപോലെ എമർജൻസി ലാമ്പ് ഉപയോഗിക്കുന്നു. അതുപോലെ മണ്ണെണ്ണ വിളക്ക്, പണ്ട് കാലത്തൊക്കെ എന്താണ് മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഇത് ഇല്ല. പിന്നെന്താണ്, നമ്മൾ മൊബൈലിൽ നിന്നുള്ള വെട്ടം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല സംവിധാനങ്ങളാണ് പലരും ഉപയോഗിക്കുന്നത്. വൈദ്യുതി ഇല്ലാതാവുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അത്തരമൊരു സംവിധാനമാണ് എമർജൻസി ലാമ്പ്. നിങ്ങളുടെ വീട്ടിൽ എമർജൻസി ലാമ്പ് ഉണ്ടോ? നമുക്കൊരു എമർജൻസി ലാമ്പ് നിർമ്മിച്ചാലോ? അപ്പോൾ ഇനി അവിടെ അടുത്തൊരു പരീക്ഷണമാണ്, കുട്ടികൾക്കായിട്ടുള്ളൊരു പരീക്ഷണമാണ്. ഇവിടെ എമർജൻസി ലാമ്പ് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇനി വൈദ്യുതിയുടെ ലഭ്യത എങ്ങനെയാണ് വൈദ്യുതി നമുക്ക് ലഭിക്കുന്നത്? വൈദ്യുതി ഒരു ഊർജ രൂപമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ വൈദ്യുതി എന്ന് പറയുന്നത് ഒരു ഊർജ രൂപമാണ്. മറ്റ് പല ഊർജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി. അപ്പോൾ നമുക്ക് വൈദ്യുതിയെ മറ്റു പല രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാം. അങ്ങനെയുള്ള ഒരു ഊർജ രൂപമാണ് എന്ത്? വൈദ്യുതി. വൈദ്യുതോർജ്ജവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. വൈദ്യുതോർജ്ജവുമായി ബന്ധപ്പെട്ട വൈദ്യുതി എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? അപ്പോൾ നമുക്ക് വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ്? ചില ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അവ നിരീക്ഷിക്കൂ. ഇവ ഓരോന്നും പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. അപ്പോൾ ഇവിടെ കുറച്ച് 3, 4, 5 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒരു റിമോട്ടർ, നമുക്കറിയാം റിമോട്ടർ എന്തിലാണ് പ്രവർത്തിക്കുന്നത്? ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ക്ലോക്ക് പ്രവർത്തിക്കുന്നത് ബാറ്ററിയിലാണ്. ഇനി മൊബൈൽ ഫോൺ എന്താണ്? ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർജ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനെന്താവശ്യമാണ്? കറണ്ട് ആവശ്യമാണ്. ഇനി അതുപോലെ നമ്മുടെ എമർജൻസി ലാമ്പ് അതെന്താണ്? ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അത് കറണ്ടിൽ ചാർജ് ചെയ്തും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇസ്തിരി, അയൺ ബോക്സ് എന്ന് പറയുന്നതും എന്താണ്? ഇത് നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈദ്യുതി നൽകുന്ന ചില സംവിധാനങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വൈദ്യുതി നൽകുന്ന ചില സംവിധാനങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇവ നാം ഉപയോഗിക്കുന്നുണ്ടല്ലോ. വൈദ്യുതി നൽകുന്ന ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ സോളാർ സെല്ല്, പിന്നെ സ്വിച്ച് ബോർഡ്, അതുപോലെ ബാറ്ററി, ഇങ്ങനെ ഉള്ള സംവിധാനങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. വൈദ്യുത സ്രോതസ്സുകൾ. അപ്പോൾ വൈദ്യുത സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? വൈദ്യുത സെല്ലുകൾ, അതുപോലെ ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നു.
രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. അപ്പോൾ വൈദ്യുത സെല്ലുകളുടെ പ്രത്യേകത എന്താണ്? രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ എന്ന് പറയുന്നത്. ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചിരിക്കുന്നു. അപ്പോൾ വൈദ്യുതോർജ്ജം എന്ത് ചെയ്തിരിക്കുന്നു? രാസോർജ്ജമായിട്ടാണ് വൈദ്യുത സെല്ലുകളിൽ സംഭരിച്ചിരിക്കുന്നത്. അപ്പോൾ വൈദ്യുത സെല്ലിലെ ഊർജ്ജമാറ്റം എന്താണ്? വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെ രാസോർജ്ജമാണ് എന്താണ്? ഈ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി സംഭരിച്ചു വെക്കുന്നു സെല്ലുകൾ. അപ്പം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് രാസോർജ്ജം എന്തായിട്ട് കിട്ടും? വൈദ്യുതോർജ്ജമായിട്ട് നമുക്ക് ലഭിക്കും. ഇനി സെല്ലും ബാറ്ററിയും അതാണ് നമ്മൾ പഠിക്കുന്നത്. സെൽ എന്നും ബാറ്ററി എന്നും കേട്ടിട്ടില്ലേ? അപ്പോൾ ബാറ്ററി എന്നും സെൽ എന്നും കേട്ടിട്ടില്ലേ? എന്താണ് സെല്ലുകളും ബാറ്ററികളും തമ്മിലുള്ള വ്യത്യാസം? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അപ്പോൾ ഇവിടെ ഒരു 2-3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഈ ഒരു ചിത്രത്തിൽ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ്? 2 സെല്ലുകളുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ്? ഒന്നിലധികം സെല്ലുകൾ. ഇവിടെ 2 സെല്ലുകളുണ്ട്. അപ്പോൾ ഈ 1 2. അപ്പോൾ ഈ ഒന്നിലധികം സെല്ലുകൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പായിട്ട് ഇതൊരു ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനം. ഈ സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാറ്ററി എന്ന് പറയുന്നത്. ഇനി 3 രീതിയിൽ സെല്ലുകളെ ബന്ധിപ്പിച്ച ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് നിരീക്ഷിക്കൂ. ഇവ 3ഉം ബാറ്ററി ഉണ്ടാക്കുന്നതിനുള്ള ശരിയായ രീതിയാണോ? ഏതാണ് തെറ്റായ രീതി? ഏതിൽ നിന്നാണ് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവയിൽ എങ്ങനെയാണ്? A, B, C എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഈ 2 ഉപകരണങ്ങളിലും വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ്? അപ്പോൾ നമുക്ക് ഇതിൽ 2ലും നമുക്ക് വൈദ്യുതി ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ ക്ലോക്കിലാണെങ്കിൽ ബാറ്ററിയിൽ നിന്നാണ് നമുക്ക് എന്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇത് മൊബൈലിൽ നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വൈദ്യുതി ഉപയോഗിച്ച് ചാർജ് ചെയ്ത് ഉപയോഗിക്കും. ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ഇനി സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട്. ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ പ്രവർത്തനരഹിതമായാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്കറിയാം ക്ലോക്കിൽ ഒരു സെല്ല് തീർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ബാറ്ററി വാങ്ങി അത് ഉപയോഗിക്കും. എന്നാൽ മൊബൈൽ ഫോണിലെ ചാർജ് തീർന്നാലോ? മൊബൈൽ ഫോണിൽ ചാർജ് തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് ഉപയോഗിച്ച് ചാർജ് വീണ്ടും നിറയ്ക്കും. ക്ലോക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ സെല്ല് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ അവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. അപ്പം നമുക്കറിയാം മൊബൈൽ ഫോണിലെ ബാറ്ററി എന്ന് പറയുന്നത് റീചാർജബിളാണ്. എന്നാൽ ക്ലോക്കിലെ ബാറ്ററി എന്ന് പറയുന്നത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയുമായ സെല്ലുകൾ നിങ്ങളുടെ വീട്ടിലെ വിവിധ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അവ തരം തിരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട്. വൈദ്യുതിയുടെ ലഘുചരിത്രം. വൈദ്യുതി പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ രൂപങ്ങളാണ്. അപ്പോൾ വൈദ്യുതി, അതുപോലെ എന്താണ് പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ രൂപമാണ് വൈദ്യുതി. അപ്പോൾ വൈദ്യുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഉപയോഗങ്ങൾക്ക് നാം ഉപയോഗിക്കുന്നുണ്ട്? വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ഒരുതരം മരക്കറ ഉറച്ച് ഉണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന്
പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ പുരാതന ഗ്രീക്കുകാർ എന്ത് മനസ്സിലാക്കി? ഒരുതരം മരക്കറ ഉപയോഗിച്ചുണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം. അപ്പോൾ ഒരു മരക്കറ ഉപയോഗിച്ചുണ്ടാവുന്ന പദാർത്ഥം, അതിൻ്റെ പേരാണ് ആംബർ. ഈ ആംബർ എന്തിലാണ്? കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് നമ്മുടെ പുരാതന ഗ്രീക്കുകാർ എന്ത് ചെയ്തു? മനസ്സിലാക്കി. തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഗ്രീക്കുകാർ വൈദ്യുതി അതായത് തലമുടി പോലുള്ള വസ്തുക്കളെ ഒരു പദാർത്ഥം ആകർഷിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ആ പദാർത്ഥമാണ് ഇത്, ഒരുതരം മരക്കറ. അത് ഏതാണ്? അതിൻ്റെ പേരാണ് ആംബർ. ഇത് കമ്പിളിയിൽ ഉരസുമ്പോൾ എന്ത് ചെയ്യും? അതിലെ തലമുടി പോലുള്ള വസ്തുക്കളെ ഇത് ആകർഷിക്കുമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് വർഷത്തെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുതി നമ്മൾ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. ഇനി ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം. വെളിച്ചം ലഭിക്കാൻ വൈദ്യുത ബൾബുകളാണല്ലോ നാം സാധാരണയായി ഉപയോഗിക്കുന്നത്. പലതരം ബൾബുകൾ ഉപയോഗത്തിലുണ്ട്. ഈ ചിത്രം നോക്കൂ. ഏത് ബൾബുകളാണ് എമർജൻസി ലാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്? എന്താണ് LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ? അപ്പോൾ നമുക്കറിയാം എമർജൻസി ലാമ്പിൽ ഉപയോഗിക്കുന്നത് ഏത് ലാമ്പാണ്? അത് LED ബൾബാണ്. LED ബൾബുകളാണ് എമർജൻസി ലാമ്പിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നതാണ് LED ഫുൾ ഫോം എന്ന് പറയുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നതാണ് LED എന്ന് പറയുന്നത്. LED ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു. അപ്പോൾ LED ഉപയോഗിച്ച് എന്താണ്? നല്ല രീതിയിൽ നമുക്ക് ഊർജ്ജ ലാഭമുണ്ടാകുമെന്നാണ് പറയുന്നത്. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFLന്. അപ്പോൾ സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ അളവിൽ എന്ത് മതി? ഊർജ്ജം മതി. ആർക്കാണ്? CFLന്. സമീപകാലം വരെ നമ്മൾ CFL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായി ഉപയോഗിക്കുന്നില്ല. CFLനേക്കാൾ കുറഞ്ഞ ഊർജം മതി LED ബൾബുകൾക്ക്. പുതിയ തലമുറ LED ബൾബുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ തലമുറ LED ബൾബുകളും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് CFL എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പാണ് CFL. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫിലമെൻ്റ് ബൾബ്. അപ്പോൾ നമ്മുടെ ആദ്യകാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു ബൾബുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് ഫിലമെൻ്റ് ബൾബ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുപയോഗിക്കാൻ തുടങ്ങി? CFL ഉപയോഗിക്കാൻ തുടങ്ങി. കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പാണ് CFL. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ LED അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന LED ബൾബ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് LED മൊഡ്യൂൾ എന്ന് ചോദിച്ചാൽ, ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മൊഡ്യൂൾ. ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഒന്നിലധികം സ്ട്രിപ്പുകൾ LED സ്ട്രിപ്പുകൾ എന്ത് ചെയ്യുന്നു? LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ഒന്നിലധികം LED ബൾബുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഈ സംവിധാനത്തിന് പറയുന്ന പേരാണ് LED മൊഡ്യൂൾ. നിങ്ങളുടെ ശാസ്ത്ര കിറ്റിൽ കണക്റ്റിംഗ് വയർ, LED മൊഡ്യൂൾ, 9 വോൾട്ടേജ് ബാറ്ററി കണക്ടർ എന്നിവയില്ലേ? ഇവ ഉപയോഗിച്ച് LED മൊഡ്യൂൾ എങ്ങനെ പ്രകാശിപ്പിക്കാമെന്ന് പരീക്ഷിച്ചു നോക്കൂ. പരീക്ഷണം ഗ്രൂപ്പുകളായി ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. എല്ലാ ഗ്രൂപ്പുകൾക്കും ബൾബ് പ്രകാശിപ്പിക്കാൻ സാധിച്ചോ? അപ്പോൾ കുട്ടികൾക്കുള്ളൊരു പരീക്ഷണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. LED ബൾബ് പ്രകാശിപ്പിച്ചില്ലേ? അതിനായി ഉപയോഗിച്ച വൈദ്യുത സ്രോതസ്, ചാലക കമ്പി എന്നിവ ഏതെല്ലാമെന്ന് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇനി വൈദ്യുത സർക്യൂട്ട് എന്താണ്? വൈദ്യുത സർക്യൂട്ട് എന്ന് നോക്കാം. വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. അപ്പോൾ വൈദ്യുത സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ്
വൈദ്യുത സർക്യൂട്ട്. അപ്പോൾ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അത് എന്താണ്, ഒരു വൈദ്യുത സ്രോതസ് ഉണ്ടായിരിക്കും. ആ വൈദ്യുത സ്രോതസ്സിൽ നിന്ന് എന്താണ്, ഒരു ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണം, അതിനെയാണ് നമ്മൾ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്, ചാലക കമ്പി, ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടാകും. അപ്പോൾ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഒരു വൈദ്യുത സ്രോതസ് ഉണ്ടായിരിക്കും, ഒരു ചാലക കമ്പി ഉണ്ടായിരിക്കും, ഒരു വൈദ്യുത ഉപകരണവും ഉണ്ടായിരിക്കും. അതാണ് എന്തിലുണ്ടായിരിക്കുന്നത്, ഒരു സർക്യൂട്ടിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സർക്യൂട്ടിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? വൈദ്യുത സ്രോതസ് ഉണ്ടായിരിക്കും, ചാലക കമ്പി ഉണ്ടായിരിക്കും, ഒരു വൈദ്യുത ഉപകരണവും ഉണ്ടായിരിക്കും. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ചില സർക്യൂട്ടുകളുടെ ഭാഗമാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്യൂട്ടുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ സർക്യൂട്ടുകളിൽ ബൾബ് പ്രകാശിക്കുമോ? എന്തുകൊണ്ട്? ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും. അപ്പോൾ ഇവിടെ എന്താണ്, അടഞ്ഞ സർക്യൂട്ടിലാണെങ്കിൽ എന്താണ്, വൈദ്യുതി പ്രവഹിക്കില്ല. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടുമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. അപ്പോൾ ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? അടഞ്ഞ സർക്യൂട്ട് എന്ന് പറയും. ഒരു സർക്യൂട്ട് പൂർത്തിയായാൽ അത് അടഞ്ഞ സർക്യൂട്ട്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? തുറന്ന സർക്യൂട്ട് എന്ന് പറയും. ഇനി അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സർക്യൂട്ട് അടഞ്ഞതാണെങ്കിൽ മാത്രമേ അതിലെന്ത് ചെയ്യത്തുള്ളൂ? അതിൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? സർക്യൂട്ട് 1. അപ്പോൾ ഇവിടുത്തെ സർക്യൂട്ട് എന്താണ്? തുറന്ന സർക്യൂട്ടാണ്. ഇവിടെ കണ്ടോ, ഇവിടെ എന്താണ്? ഓപ്പൺ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ സർക്യൂട്ടിൽ എന്ത് പ്രവർത്തിക്കില്ല? വൈദ്യുതി പ്രവർത്തിക്കില്ല. ഇവിടെ മൊത്തം ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ്. അപ്പോൾ അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ എന്ത് പ്രവർത്തിക്കൂ? വൈദ്യുതി പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ സർക്യൂട്ടിൽ വൈദ്യുതി പ്രവർത്തിക്കും. മുറിയിലിരിക്കുമ്പോൾ നമുക്ക് ബൾബും ഫാനും പ്രവർത്തിപ്പിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ബൾബിലേക്കും ഫാനിലേക്കുമുള്ള സർക്യൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നതാണോ വേണ്ടത്? നിങ്ങൾ മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബൾബും ഫാനും ഓഫ് ചെയ്യാറില്ലേ? ആവശ്യമുള്ളപ്പോഴൊക്കെ സർക്യൂട്ടുകൾ അടഞ്ഞതും തുറന്നതും ആക്കി മാറ്റുന്നത് എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ ബൾബ് പ്രകാശിപ്പിക്കാനും ഓഫാക്കാനും എന്ത് മാർഗമാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, അത് അങ്ങനെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ബൾബ് പ്രകാശിപ്പിക്കാനും ഓഫാക്കാനുമുള്ള മാർഗമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സ്വിച്ച് ഓണാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ബൾബ് പ്രകാശിക്കും. അപ്പോൾ നമുക്ക് വെട്ടം കിട്ടും. ഇനി സ്വിച്ച് ഓഫ് ചെയ്താൽ എന്ത് ചെയ്യും? ബൾബ് അണയും. ഇനി സ്വിച്ച് ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയാൽ സർക്യൂട്ട് എന്ത് ചെയ്യും? സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടയും, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറക്കും. ഇനി വിവിധ തരം സ്വിച്ചുകളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്? പല സന്ദർഭങ്ങളിൽ വിവിധ തരം സ്വിച്ചുകൾ നാം ഉപയോഗിക്കുന്നുണ്ട്. അവ പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള സ്വിച്ചുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? സാധാരണ സ്വിച്ച്, ഇതാ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ സ്വിച്ചാണിത്. ഇനി ഇതാണ് 2 വേ സ്വിച്ച്. അപ്പോൾ ഇത് 2 ഭാഗത്തോട്ടും എന്താണ് ഉള്ള സ്വിച്ച്, 2 വേ സ്വിച്ചാണിത്. ഇനി ബെൽ സ്വിച്ച് ഉണ്ട്, ബെൽ സ്വിച്ച്, അതുപോലെ പുഷ് ബട്ടൺ സ്വിച്ച്. ഇനി എന്താണ്? സ്ലൈഡിങ് സ്വിച്ച്. സ്ലൈഡിങ് സ്വിച്ചിന് നമ്മൾ മോട്ടറൊക്കെ ഓണാക്കാനും ഓഫാക്കാനും ഉപയോഗിക്കുന്ന സ്വിച്ചാണ് സ്ലൈഡിങ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി മെയിൻ സ്വിച്ച്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള സ്വിച്ചുകളാണ് ഇന്ന് നിലവിലുള്ളത്.
ഒഴുകുന്ന വൈദ്യുതി. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത്. ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി ബൾബിലേക്ക് എത്തുന്നത് എന്തിലൂടെയാണ്? എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുമോ? വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അവ തിരിച്ചറിയുന്നതിന് അനുയോജ്യമായ ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്ത് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്ര കിറ്റിൽ നിന്ന് 9 വോൾട്ടേജ് ബാറ്ററി, ചാലക കമ്പി, LED മൊഡ്യൂൾ എന്നിവ എടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ LED മൊഡ്യൂൾ പ്രകാശിക്കുമോ? എന്തുകൊണ്ട്? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഓപ്പണാണ്. LED മൊഡ്യൂൾ പ്രകാശിക്കില്ല. കാരണം ഇവിടെ 2 സൈഡിലും എന്താണ്? ഇവിടെ ഓപ്പണാണ്. അതുകൊണ്ടത് പ്രവർത്തിക്കില്ല. ഇനി AB എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ അഗ്രങ്ങൾ പരസ്പരം യോജിപ്പിക്കുക. അപ്പോൾ ഇത് പരസ്പരം യോജിപ്പിച്ചാൽ എന്താണ്? അവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും? അത് പ്രവർത്തിക്കും. ആവശ്യമായ സാമഗ്രികൾ സേഫ്റ്റി പിൻ, അതുപോലെ മരക്കഷ്ണം, കടലാസ്, സ്റ്റീല്, സ്കെയിൽ, കരിക്കട്ട, പെൻസിൽ, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് വള, ലോഹവള, നനഞ്ഞ കടലാസ്, ചെമ്പ് കമ്പി എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഉപയോഗിച്ച വസ്തുക്കൾ, അതിൻ്റെ നിരീക്ഷണം, അതിനുള്ള നിഗമനം, അതാണ് ഇവിടെ പറയുന്നത്. ഇനി കടലാസ് ഉപയോഗിച്ചാൽ എന്താണ്? LED മൊഡ്യൂൾ പ്രകാശിക്കില്ല. കാരണം കടലാസിലൂടെ കറണ്ട് കടന്നു പോകത്തില്ല. ഇനി അതിൻ്റെ നിഗമനത്തിൽ എത്തിച്ചേർന്നത് കടലാസ് വൈദ്യുതി കടത്തിവിടില്ല എന്നതാണ്. അതുപോലെ മരക്കഷ്ണമാണെങ്കിലും എന്താണ്? വൈദ്യുതി കടത്തിവിടില്ല. വൈദ്യുതി നിരീക്ഷണം, അതാണ് LED മൊഡ്യൂൾ പ്രകാശിക്കില്ല, അത് വൈദ്യുതി കടത്തിവിടില്ല. ഏതാണ്? നമ്മുടെ മരക്കഷ്ണം. അതുപോലെ തന്നെ കരിക്കട്ട ഇവയൊന്നും പ്രകാശം കടത്തിവിടത്തില്ല. ഇനി ഗ്രാഫൈറ്റ് എന്താണ്? ഗ്രാഫൈറ്റ് പ്രകാശം LED മൊഡ്യൂൾ പ്രകാശിക്കും. കാരണം ഗ്രാഫൈറ്റ് വൈദ്യുതി കടത്തിവിടുന്നതാണ്. അതുപോലെ പ്ലാസ്റ്റിക് വള വൈദ്യുതി കടത്തിവിടില്ല. ലോഹവള വൈദ്യുതി കടത്തിവിടും. നനഞ്ഞ കടലാസ് വൈദ്യുതി കടത്തിവിടും. ചെമ്പ് കമ്പിയും വൈദ്യുതി കടത്തിവിടും. സേഫ്റ്റി പിന്ന് വൈദ്യുതി കടത്തിവിടും. ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ LED പ്രകാശിച്ചു? എന്തായിരിക്കും കാരണം? വൈദ്യുതി കടത്തിവിടുന്നത് കൊണ്ടാണല്ലോ LED പ്രകാശിച്ചത്. ഏതെല്ലാം വസ്തുക്കളാണ് വൈദ്യുതി കടത്തിവിടാത്തത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം പ്ലാസ്റ്റിക്, മരക്കഷ്ണം, അതുപോലെ പ്ലാസ്റ്റിക് വള, ഇതൊന്നും കരിക്കട്ട ഇതൊന്നും കടത്തിവിടില്ല? നമ്മുടെ വൈദ്യുതി കടത്തിവിടില്ല. ചാലകങ്ങളും ഇൻസുലേറ്ററുകളുമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ ചാലകങ്ങളെന്നും വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്ററുകൾ എന്നും പറയുന്നു. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. അപ്പോൾ വൈദ്യുത ചാലകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഇരുമ്പ്, അതുപോലെ സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയവ ഇൻസുലേറ്ററുകളാണ്. അപ്പോൾ ഇൻസുലേറ്ററുകൾ എന്താണ്? വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. ചാലകങ്ങളെന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നാം സ്പർശിക്കുന്നുണ്ടോ? വൈദ്യുതോപകരണങ്ങളിൽ നാം തൊടുന്ന ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ചാണ്. എന്നാൽ വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗങ്ങളോ ഇത്തരത്തിൽ ചാലകങ്ങളും ഇൻസുലേറ്ററുകളും ഉപയോഗിക്കുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. അറിയാവുന്നവ പട്ടികപ്പെടുത്താനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നാം സ്പർശിക്കുന്നില്ല. കാരണം നമുക്കറിയാം കറണ്ട് അടിച്ച് വീഴുമെന്നറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നമ്മൾ സ്പർശിക്കുകയില്ല. ഇനി വൈദ്യുതോപകരണങ്ങളിൽ നാം തൊടുന്ന ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇൻസുലേറ്ററുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അത് വൈദ്യുതി കടത്തിവിടുന്നില്ല. ചാലകങ്ങൾ മാത്രമേ കടത്തിവിടാറുള്ളൂ? വൈദ്യുതി കടത്തിവിടാറുള്ളൂ.
ഇനി ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭം. ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പ് കമ്പി എന്താണ് ചാലകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്ന സന്ദർഭം ഏതാണ്? ചെമ്പ് കമ്പി പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക്, അത് ഇൻസുലേറ്ററാണ്. അതുപോലെ ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ജലം, ഗ്രാഫൈറ്റ് തുടങ്ങിയവയും വൈദ്യുതി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. ഇത് വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളാണ്. അതുപോലെ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി ഇവ എന്താണ് ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കൾ കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്ത പരീക്ഷണം ഒരിക്കൽ കൂടി ചെയ്തു നോക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ സാമഗ്രികൾ എന്തൊക്കെയാണ്? ഇരുമ്പാണി, ചെമ്പ് കമ്പി, വെള്ളി ആഭരണം, സ്വർണ്ണാഭരണം, അലുമിനിയം കമ്പി, സിങ്ക് കഷ്ണം, ലെഡ് കമ്പി, മഗ്നീഷ്യം റിബൺ, ടിൻ ഷീറ്റ് കഷ്ണം. എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വസ്തുക്കൾക്ക് പൊതുവായി എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ലോഹങ്ങളെല്ലാം വൈദ്യുത ചാലകങ്ങളാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നവയെല്ലാം ലോഹങ്ങളാണ്. ലോഹങ്ങളൊക്കെ എന്താണ്? വൈദ്യുത ചാലകങ്ങളാണ്. ലോഹങ്ങളെല്ലാം തന്നെ വൈദ്യുത ചാലകങ്ങളാണ്. ഇനി ലോഹങ്ങൾ തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ. അപ്പോൾ ലോഹങ്ങളുടെ പ്രത്യേകത എന്താണ്? തിളക്കമുള്ളതാണ്, കടുപ്പമുള്ളതാണ്, ബലമുള്ളതുമൊക്കെയുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ലോഹങ്ങൾ എന്ന് പറയുന്നത്. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലൂമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങിയ അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ്. എന്നാൽ മെർക്കുറി അഥവാ രസം ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോഹമാണ് മെർക്കുറി അല്ലെങ്കിൽ രസം എന്ന് പറയുന്നത്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. അപ്പോൾ എല്ലാ ലോഹങ്ങളുടെയും പ്രത്യേകത എന്താണ്? എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. വൈദ്യുതി കടത്തിവിടുന്നവയാണ്. നമ്മൾ പഠിച്ചു ചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ചാലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ലോഹങ്ങളെല്ലാം വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് താമ്രശിലായുഗത്തിലെത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹ്യ ജീവിതത്തിലും വന്ന മാറ്റം മനസ്സിലാക്കിയല്ലോ എന്നാണ് പറയുന്നത്. നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത് പ്ലാസ്റ്റിക് വയറിനുള്ളിലുള്ള ലോഹ കമ്പിയിലൂടെയാണല്ലോ. അപ്പോൾ നമുക്കറിയാം എന്താണ് വൈദ്യുതി എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത് പ്ലാസ്റ്റിക് വയറിനുള്ളിലുള്ള ഒരു ലോഹ കമ്പിയിൽ ആണ്. ഇവിടെ ഇതാ കണ്ടോ, പ്ലാസ്റ്റിക് വയർ, അതിൻ്റെ അകത്തുള്ള ലോഹ കമ്പിയിലൂടെയാണ് നമുക്ക് വൈദ്യുതി വരുന്നത്. വീട്ടിൽ ഉപയോഗിക്കുന്ന പലതരം വയറുകൾ ഇൻസുലേഷൻ നീക്കി ഉള്ളിലെ ലോഹക്കമ്പികൾ പരിശോധിക്കൂ. അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള ലോഹക്കമ്പികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വിവിധ തരത്തിലുള്ള എന്താണ് ലോഹക്കമ്പികളാണ്. ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോകുവാൻ ഏത് ലോഹമാണ് നാം സാധാരണ ഉപയോഗിക്കുന്നത്? അപ്പം നമുക്കറിയാം ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോകാൻ സാധാരണ നാം ഉപയോഗിക്കുന്നത് എന്താണ്? അലൂമിനിയം, അതുപോലെ ചെമ്പ് കമ്പി, അതുപോലെ വെള്ളി, ഇതൊക്കെയാണ് ഇലക്ട്രിക് ലൈനുകളിലൂടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? അപ്പോൾ പ്രധാനമായിട്ടും ഇലക്ട്രിക് ലൈനിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? വെള്ളി, അതുപോലെ അലൂമിനിയം എന്നിവയാണ്. അലൂമിനിയമാണ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. അലൂമിനിയം. ഇനി ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ സർക്യൂട്ടുകൾ പരിചയപ്പെടാം. LED ഉപയോഗിച്ചാണല്ലോ നാം ഇതുവരെ സർക്യൂട്ടുകൾ തയ്യാറാക്കിയത്. മറ്റു ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ സർക്യൂട്ടുകൾ തയ്യാറാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ചിത്രത്തിൽ കാണുന്ന വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് അറിയില്ലേ? ഇവ ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. കാർഡ് ബോർഡ്, ഹാൻഡ് ബോർഡ്, കോക്ക് ഷീറ്റ് തുടങ്ങിയ ഏതെങ്കിലും ബോർഡുകളിൽ സർക്യൂട്ട് ക്രമീകരിക്കൂ. ഗ്രൂപ്പുകളിൽ തയ്യാറാക്കിയ സർക്യൂട്ടുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഓരോ ഗ്രൂപ്പും തയ്യാറാക്കിയ സർക്യൂട്ടുകൾ മറ്റ് ഗ്രൂപ്പുകൾ പരിശോധിക്കുമല്ലോ. അപ്പോൾ സർക്യൂട്ട്, അതുപോലെ ബോർഡിൻ്റെ അടിവശം, ബോർഡിൻ്റെ മുകൾ ഭാഗം, അങ്ങനെ
മിനി മോട്ടോർ, എൽ ഇ ഡി മൊഡ്യൂൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിന് വ്യത്യസ്ത സർക്യൂട്ട് തയ്യാറാക്കിയില്ലേ? ഒരു സർക്യൂട്ടിൽ തന്നെ ഇവയെല്ലാം ഉൾപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ മിനി മോട്ടോർ, LED മൊഡ്യൂൾ ഇവയൊന്നും ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അത് വ്യത്യസ്ത സർക്യൂട്ടുകളിലാണ് ഉപയോഗിക്കുന്നത്. വീട്ടിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എല്ലാ ഉപകരണങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പോൾ വീട്ടിൽ എത്ര സർക്യൂട്ടുകൾ വേണ്ടിവരും? നിങ്ങളുടെ ക്ലാസ് മുറിയിൽ എത്ര സർക്യൂട്ട് ഉണ്ടെന്ന് പരിശോധിക്കൂ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കില്ല. ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ വീട്ടിൽ എത്ര സർക്യൂട്ടുകൾ വേണ്ടിവരും? അപ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നുവോ ആ ഭാഗങ്ങളിലൊക്കെ വീടുകളിൽ സർക്യൂട്ട് വേണ്ടിവരുമെന്നാണ് പറയുന്നത്. ക്ലാസ് മുറിയിൽ എത്ര സർക്യൂട്ടുകൾ ഉണ്ടെന്നും പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വയർ മുറിക്കാനും ഇൻസുലേഷൻ കളയാനും വൈദ്യുത പ്രവാഹം പരിശോധിക്കാനും മറ്റുമായി ഇലക്ട്രീഷ്യന്മാർ പല ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം ഏതൊക്കെയാണ്. കട്ടിംഗ് പ്ലെയർ, സ്ട്രിപ്പർ, അതുപോലെ സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ, ഇങ്ങനെ നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, അതായത് വൈദ്യുത പ്രവാഹം പരിശോധിക്കുന്നതിനും മറ്റുമായി ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം. ഇനി ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സിംബൽസ് ആണ് നമ്മൾ പറയുന്നത്. ഓരോ ഗ്രൂപ്പും എത്ര സർക്യൂട്ടുകൾ തയ്യാറാക്കി, ഓരോ സർക്യൂട്ടിലും എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എഴുതൂ. സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവയാണ് ചിഹ്നങ്ങൾ. അപ്പോൾ എന്താണ് ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ അടയാളങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ചിഹ്നങ്ങൾ എന്ന് പറയുന്നു. സാധാരണ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപകരണം, അതുപോലെ ചിത്രം, ചിഹ്നങ്ങൾ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ചാലക കമ്പി, ഇനി ചാലക കമ്പിയുടെ ചിത്രമാണ് ഇത്. ഇതാണ് അതിൻ്റെ ചിഹ്നമെന്ന് പറയുന്നത്. ഇനി സ്വിച്ച് ഓഫ്, അപ്പോൾ ഉപകരണ വസ്തു, അതുപോലെ സ്വിച്ച് ഓഫ്. അപ്പോൾ ഇതാണ് സ്വിച്ച് ഓഫിൻ്റെ ചിത്രം എന്ന് പറയുന്നത്. ചിഹ്നമെന്ന് പറയുന്നത് സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി സ്വിച്ച് ഓണിൻ്റെ ചിഹ്നം ഇതാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സർക്യൂട്ട് എന്ത് ചെയ്യും? ഒരുമിക്കും. ഇതാണ് അതിൻ്റെ ചിഹ്നം. ഇനി സെല്ലിൻ്റെ ചിത്രമാണ് ഇവിടെ ഇത്. ഇനി സെല്ലിൻ്റെ ചിഹ്നമാണ് ഇത്. ഇനി ബാറ്ററി എന്ന് പറയുമ്പം ബാറ്ററിയുടെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ചിഹ്നവും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി പ്രകാശിക്കാത്ത ബൾബ് എന്ന് പറയുമ്പം ഇങ്ങനെ അതിൻ്റെ ചിഹ്നം ഇതാണ്. ഇനി പ്രകാശിക്കുന്ന ബൾബ് എന്താണ്? കത്തുന്ന ബൾബാകുമ്പോൾ ചിഹ്നം ഇങ്ങനെ പ്രകാശം അതിൽ ഉണ്ടാവും. ഇനി ബസർ എന്ന് പറയുമ്പം ഇത് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ചിഹ്നം ഇതാണ്. എന്താണ്? മിനി മോട്ടോറിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മിനി മോട്ടോറിൻ്റെ ചിഹ്നമാണ് ഇവിടെയുള്ളത്. മിനി മോട്ടോറിൻ്റെ ചിഹ്നമാണ് ഈ എം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി എൽ ഇ ഡിയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എൽ ഇ ഡിയുടെ ചിഹ്നം ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന സർക്യൂട്ടുകൾ ശ്രദ്ധിക്കൂ. ഇവയിൽ എ ബി സി ഡി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ അതുപോലെ ബി സി ഡി. അപ്പോൾ ഇത് ഓരോന്നും അതിൻ്റെ ചിത്രം ഇവിടെ നമ്മൾ നേരത്തെ അപ്പോൾ ഇവിടെ നമുക്കറിയാം. ഇനി ഇവിടെ സർക്യൂട്ട് 2ലും അതുപോലെ തന്നിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ട് ആവുമ്പോൾ അവിടെ എന്ത് പ്രവഹിക്കില്ല? കറണ്ട് പ്രവഹിക്കില്ല, വൈദ്യുതി പ്രവഹിക്കില്ല. ഇനി ഇതുപോലെ ഇവിടെ പ്രകാശിക്കാത്ത ബൾബാണ്. ഇനി ഇവിടെ പ്രകാശിക്കുന്ന ബൾബാണ്. ഇവിടെ ക്ലോസ് സർക്യൂട്ടാണ്. ഇവിടെ അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്നു. ഇനി ബാറ്ററി സെല്ലാണ്. ഇവിടെ ബാറ്ററി സെല്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്.
രണ്ട് സർക്യൂട്ടുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, രണ്ട് സർക്യൂട്ടിൽ ഒന്നാമത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓപ്പൺ ആയിട്ടുള്ള സർക്യൂട്ടാണ്. രണ്ടാമത്തെ സർക്യൂട്ട് ക്ലോസ് ആയിട്ടുള്ള സർക്യൂട്ടാണ്. രണ്ട് സർക്യൂട്ടിലും ഓരോ സെല്ലുകൾ ഉണ്ട്. ഒന്നാമത്തെ സർക്യൂട്ടിൽ എന്താണ്, അവിടെ ബൾബ് പ്രകാശിക്കുന്നില്ല. രണ്ടാമത്തെ സർക്യൂട്ടിൽ എന്താണ്, ബൾബ് പ്രകാശിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. സർക്യൂട്ടിൽ നിന്ന് ഉപകരണത്തിലേക്ക്. എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ നമുക്ക് 9 വോൾട്ട് ബാറ്ററിയും LED മോഡ്യൂളും ഉപയോഗിക്കാം. ഇവ ഉപയോഗിച്ച് എങ്ങനെയാണ് സർക്യൂട്ട് ക്രമീകരിക്കുന്നത്, എന്തെല്ലാം ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കണം എന്ന് വരച്ച് നോക്കാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വയറ്, അതുപോലെ LED മോഡ്യൂള്, സ്വിച്ച്, ബാറ്ററി എന്നിവയാണ് എടുത്തിരിക്കുന്നത്. സർക്യൂട്ട് ക്രമീകരിച്ച് LED പ്രകാശിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കൂ. ഇനി നമുക്കൊരു സർക്യൂട്ട് കൂടി ആവശ്യമുണ്ട്. സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനുള്ള എളുപ്പ വഴിയാണ് ചിത്രങ്ങളിൽ 1, 2, 3, 4 സൂചിപ്പിച്ചിരിക്കുന്നത്. അവ പരിശോധിച്ച് എന്തെല്ലാം വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. ഇത് പരീക്ഷണമാണ് കുട്ടികൾക്കുള്ളത്. ഇനി സ്റ്റാൻഡിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണ്? ചിത്രം 1 കാണിച്ചിരിക്കുന്നത് പോലെ വാവട്ടമുള്ള 1/2 ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. കുപ്പിയിൽ മണൽ നിറയ്ക്കുക. അടപ്പിൽ ചിത്രം 2 കാണിച്ചിരിക്കുന്നത് പോലെ 2 സുഷിരങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പരീക്ഷണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ്, ചിത്രം 3 കാണിച്ചിരിക്കുന്നത് പോലെ എന്ത് ചെയ്യുക, പൈപ്പിലും സുഷിരങ്ങൾ ഉണ്ടാക്കുക. ഇവിടെ പൈപ്പിലും സുഷിരങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 കാണുന്ന പോലെ പൈപ്പിലും സുഷിരം ഉണ്ടാക്കുക. അടപ്പിലെ സുഷിരത്തിൽ PVC പൈപ്പ് വച്ച ശേഷം ചിത്രം 4 നോക്കി സർക്യൂട്ട് ക്രമീകരിക്കുക. അപ്പോൾ ഇവിടെയാണ് എന്താണ്, ചിത്രം 4. ഇത് നോക്കി നമ്മുടെ സർക്യൂട്ട് ക്രമീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. എമർജൻസി ലാമ്പ് നിർമ്മിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എമർജൻസി ലാമ്പ് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? LED-യിൽ നിന്ന് സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് ബാറ്ററിയിലേക്കും പോകുന്ന വയറുകൾ പുറത്ത് കാണാത്തക്ക വിധം സർക്യൂട്ട് ക്രമീകരിക്കണം. അപ്പോൾ എങ്ങനെയാണ് LED-യിൽ നിന്ന് സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് ബാറ്ററിയിലേക്കും പോകുന്ന വയറുകൾ പുറത്ത് കാണാത്ത വിധമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സർക്യൂട്ട് ക്രമീകരിക്കേണ്ടത്. ഇനി ബാറ്ററി മണലിൽ ഉറപ്പിച്ച് വയ്ക്കണം. അപ്പോൾ ബാറ്ററിയുടെ പ്രത്യേകത, ബാറ്ററി എവിടെയാണ് ഉറപ്പിച്ച് വയ്ക്കേണ്ടത്? മണലിൽ ഉറപ്പിച്ച് വയ്ക്കണം. എമർജൻസി ലാമ്പ് കുപ്പിയിൽ പിടിച്ച് മാത്രമേ എടുക്കാവൂ. അപ്പോൾ എമർജൻസി ലാമ്പ് കുപ്പിയിൽ പിടിച്ച് മാത്രമേ എടുക്കാവുള്ളൂ. എല്ലാ ഭാഗത്തേക്കും വെളിച്ചം ലഭിക്കാൻ 1-ലധികം LED മോഡ്യൂളുകൾ ഉപയോഗിക്കുക. അപ്പോൾ നല്ല വെട്ടം കിട്ടണമെങ്കിൽ, എല്ലാ ഭാഗത്തും വെട്ടം കിട്ടണമെങ്കിൽ എന്താണ്, LED ലാമ്പുകൾ ആവശ്യത്തിന് ഉപയോഗിക്കണം. ഇനി എമർജൻസി ലാമ്പ് ഭംഗിയാക്കാൻ വിവിധ നിറങ്ങളിലുള്ള ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിക്കാം. ഓരോ ഗ്രൂപ്പും നിർമ്മിച്ച എമർജൻസി ലാമ്പ് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. താഴെ നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ഗ്രൂപ്പ് നിർമ്മിച്ചതാണ് മികച്ചതെന്ന് കണ്ടെത്തൂ. അപ്പോൾ ഏതെല്ലാം വിലയിരുത്തണം, എന്തെല്ലാമാണ് വിലയിരുത്തേണ്ടത്? പ്രവർത്തനക്ഷമത, അതിൻ്റെ ഭംഗി, അതിൻ്റെ ഈട്, ഉറപ്പ്, ഇതൊക്കെ നമ്മൾ വിലയിരുത്തണം. ഇനി ഗാർഹിക വൈദ്യുതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ 9 വോൾട്ട് ബാറ്ററിയാണല്ലോ നമ്മൾ ഉപയോഗിച്ചത്. ബാറ്ററിയുമായി ബന്ധിപ്പിച്ച വയർ സ്പർശിച്ചു പോയാൽ ഷോക്ക് ഏൽക്കുമോ? എന്നാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എന്തെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നുപോയാൽ ഷോക്ക് അടിക്കുമോ? എന്താണ് കാരണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നുപോയാൽ ഷോക്ക് അടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം 230 വോൾട്ട് വൈദ്യുതിയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് എത്രയാണ്? 230 വോൾട്ട് വൈദ്യുതിയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ്. പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ശക്തി കൂടിയ വൈദ്യുതി ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. ഇനി വൈദ്യുത ഷോക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ്. പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുത ആഘാതം സംഭവിക്കുന്നു.
ഇത് പല സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ്. അപ്പോൾ ആഘാതം ഉണ്ടായിട്ട് ഒരാൾ മരണമടഞ്ഞാൽ അതിനുള്ള പ്രധാന കാരണം എന്താണെന്നാണ് പറയുന്നത്? അത് ഹൃദയാഘാതം മൂലമാണ്. വൈദ്യുതി ആഘാതമുള്ള ഒരാൾ മരണമടഞ്ഞു എന്ന് പറഞ്ഞാൽ ഹൃദയാഘാതമാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ ഷോക്കേൽക്കാനിടയുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി അതത് കോളങ്ങൾ ടിക്കടയാളം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാവില്ല, ഷോക്ക് അടിക്കില്ല. സ്വിച്ച് ഓണായിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു. സ്വിച്ച് ഓണായിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നത് നല്ല ശീലമല്ല. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു, അതും നല്ല ശീലമല്ല. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അഴിച്ചെടുക്കുന്നു, അത് ശരിയായ രീതിയാണ്. ഇനി സ്വിച്ച് ഓഫാക്കാതെ പ്ലഗ് പിൻ ഊരുന്നു, അത് തെറ്റായ രീതിയാണ്. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നതും തെറ്റായ രീതിയാണ്. സ്വിച്ച് ഓൺ ചെയ്ത് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നത് തെറ്റായ രീതിയാണ്. വസ്ത്രങ്ങൾ അയൺ ചെയ്യുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു, അത് കുഴപ്പമില്ല, ശരിയായ രീതിയാണ്. ഷോക്ക് ഏൽക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തിയില്ലേ? നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അപകടകരമായി ഷോക്കേറ്റ അനുഭവം ഉണ്ടെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് അങ്ങനെ സംഭവിച്ചത്? വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മിന്നലും വൈദ്യുതിയും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ? മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ എന്തുണ്ട്? വൈദ്യുത ചാർജ് ഉണ്ട്. മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. അപ്പോൾ മിന്നലുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? മേഘങ്ങളിലെ അധിക വൈദ്യുത ചാർജ് എന്ത് ചെയ്യും? നമ്മുടെ മേഘങ്ങളിലേക്കോ അടുത്തുള്ള മേഘങ്ങളിലേക്കോ അതുപോലെ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടമുണ്ടാകുന്നത്. അപ്പോൾ ഇടിമിന്നൽ എന്ന് പറയുന്നത് എന്താണ്? വളരെ അതിശക്തമായ വൈദ്യുത പ്രവാഹമാണ് ഏതെന്ന് പറയുന്നത്? മിന്നൽ. ഇനി ഷോക്കേറ്റാൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഷോക്കേറ്റ ഒരാളെ പരിചരിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഷോക്കേറ്റ് കിടക്കുന്ന ഒരാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? നമുക്കും ഷോക്ക് ഏൽക്കില്ലേ? അതിനാൽ ഒരു കാരണവശാലും ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ സ്പർശിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഷോക്കേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും കൈകൊണ്ട് സ്പർശിക്കാൻ പാടില്ല. ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ നാം ഉടനടി ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾക്ക് ഷോക്ക് ഏറ്റാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വൈദ്യുത ബന്ധം ഒഴിവാക്കുക, മെയിൻ സ്വിച്ച് ഓഫാക്കുക. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്നുകിൽ സ്വിച്ച് ഓഫാക്കാം, അല്ലെങ്കിൽ ഫ്യൂസ് ഊരി മാറ്റാം എന്നും പറയുന്നുണ്ട്. ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റാം. അപ്പോൾ ഒരാളെ വൈദ്യുത ബന്ധം ഒരാൾക്ക് ഷോക്കേറ്റാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനടി വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായിട്ട് എന്ത് ചെയ്യാം? സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ല എങ്കിൽ എന്താണ്? ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റാമെന്നാണ് പറയുന്നത്. ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വച്ച് തുടർച്ചയായി അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം. അപ്പോൾ ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വച്ച് തുടർച്ചയായി അമർത്തുക. അപ്പോൾ ഇയാളുടെ നെഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണം? കൈ വച്ച് ശക്തമായി അമർത്തുക.
ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യാമെന്നാണ് പറയുന്നത്. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം, ശരീരം തിരുമ്മി ചൂടാക്കണം. അപ്പോൾ നമ്മൾ ഒരാൾക്ക് വൈദ്യുതി ഷോക്ക് ഏറ്റാൽ അയാൾക്ക് സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. അതിന് ശരീരം തിരുമ്മിക്കൊടുക്കണം എന്നാണ് പറയുന്നത്. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ എവിടെ എത്തിക്കണം? ആശുപത്രിയിൽ എത്തിക്കണം. ജനറേറ്റർ. മേളകളോ PTA പൊതുയോഗങ്ങളോ നടക്കുമ്പോൾ സ്കൂളിൽ ജനറേറ്റർ കൊണ്ടുവരാറില്ലേ? എന്തിനാണ് ജനറേറ്റർ കൊണ്ടുവരുന്നത്? ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഏത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായും മാറുന്നുവെന്ന് നിങ്ങൾ മുൻ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ജനറേറ്ററിലെ പ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായും മാറുന്നു. അപ്പോൾ രാസോർജമാണ് ജനറേറ്ററിൽ രാസോർജം യാന്ത്രികോർജമാകുന്നു. ഈ യാന്ത്രികോർജം പിന്നീട് എന്തായി മാറുന്നു? വൈദ്യുതോർജമായി മാറുന്നു. അപ്പോൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നാണ് ഊർജം ഉപയോഗിച്ച് യന്ത്രങ്ങൾ, അതായത് ഇന്ധനങ്ങളിൽ നിന്നുള്ള മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ എന്നിവയാണ് ജനറേറ്ററിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിലും വീടുകളിലുമൊക്കെ വൈദ്യുതി ലഭിക്കാൻ സ്ഥിരമായി ജനറേറ്റർ ഉപയോഗിക്കാറുണ്ട്. വീടുകളിലും വൈദ്യുതി ലഭിക്കാൻ സ്ഥിരമായി ജനറേറ്റർ ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥിരമായി നമുക്ക് ജനറേറ്റർ ഉപയോഗിക്കാൻ കഴിയില്ല. ഡീസലിൻ്റെ വില, അതുപോലെ മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജലവൈദ്യുത നിലയം. ജലവൈദ്യുത നിലയം എന്ന് പറയുമ്പോൾ ഉയരമുള്ള പോളുകളിലൂടെ വലിച്ചു കെട്ടിയ കമ്പികൾ കണ്ടിട്ടില്ലേ? എവിടെ നിന്നാണ് ഈ കമ്പികൾ വൈദ്യുതി കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജലവൈദ്യുത നിലയങ്ങളിലെ വൈദ്യുതിയാണ് നമ്മൾ പ്രധാനമായിട്ടും എവിടെ ഉപയോഗിക്കുന്നത്? നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത്. ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ? അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അണകെട്ടി ഉയരത്തിൽ, നമ്മൾ അണക്കെട്ടുകൾ പറയുമല്ലോ, അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച് ടർബൈനിൽ വീഴ്ത്തുന്നു. അപ്പോൾ ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ഒരു ടർബൈനുണ്ട്. ഈ ടർബൈനിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ടർബൈനിൽ ആ ടർബൈനിലേക്ക് ഇവിടെ നിന്ന് ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്യും. ഈ ടർബൈനിലേക്ക് വീഴ്ത്തും. ടർബൈൻ തിരിയുന്നു, ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ കിട്ടുന്നത്? വൈദ്യുതി ലഭിക്കുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? ഇടുക്കിയിലെ ജലവൈദ്യുത പദ്ധതി നിലയത്തിൽ നിന്നാണ്. ഇന്ധനങ്ങളുടെ വില, മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഡീസൽ ജനറേറ്ററുകളെ അപേക്ഷിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ മേന്മ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വൈദ്യുതി ഉൽപ്പാദനത്തിലുള്ള മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്? അപ്പോൾ മറ്റ് മാർഗങ്ങളിൽ എന്തൊക്കെ മാർഗങ്ങളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താപവൈദ്യുത നിലയം, ആണവോർജ നിലയം, കാറ്റാടിപ്പാടം. അപ്പോൾ ഇതൊക്കെ ഈ മേഖലയിൽ നിന്നൊക്കെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കൽക്കരി, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചും
കാറ്റിൻ്റെയും തിരമാലയുടെയും ശക്തി ഉപയോഗിച്ചും ആണവോർജം ഉപയോഗിച്ചും വിവിധ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു 2-3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? സോളാർ പാനല്, ചന്ദ്രയാൻ 3, അതുപോലെ സോളാർ കാറ് എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ. അപ്പോൾ എന്താണ് സോളാർ സെൽ എന്ന് പറഞ്ഞാൽ? സൂര്യനിൽ നിന്നുമുള്ള ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനത്തിനാണ് സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത്. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ. അപ്പോൾ സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കാണും? ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ. ഭാവിയിൽ വരാവുന്ന ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് സൗരോർജം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭാവിയിൽ ഉണ്ടാകാറുള്ള എന്തെങ്കിലും ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് സൗരോർജം. ചെലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജം പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ വികസിച്ച് വരേണ്ടതുണ്ട്. ഇതിനായുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? നടത്തി വരികയാണ്, അല്ലെങ്കിൽ നടന്നു വരികയാണ്. വൈദ്യുതി പാഴാക്കല്ലേ. കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ ഇന്ധനം കൊടുക്കേണ്ടതല്ല. അതായത് കൂടുതൽ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും കൂടുതൽ ഇന്ധനം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. എന്താണ് പോസ്റ്റർ? സേവ് ഇലക്ട്രിസിറ്റി, കറണ്ട് എന്ത് ചെയ്യുക? വൈദ്യുതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ തന്നിട്ടുണ്ട്. എന്ത് സന്ദേശമാണ് ഈ പോസ്റ്റർ നൽകുന്നത്? വൈദ്യുതി പാഴാക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം ചർച്ച ചെയ്യൂ. ആരും ഇല്ലാത്തപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ ഫാൻ, അതുപോലെ ബൾബ് എന്നിവ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവയുടെ സ്വിച്ചുകൾ ഓണാക്കി ഇടാറുണ്ടല്ലോ. അപ്പോൾ അത് പല സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്നതാണ്. എന്താണ്? ഫാൻ, ബൾബ് എന്നിവയുടെ സ്വിച്ചുകൾ പല സന്ദർഭങ്ങളിലും ഓണാക്കി ഇടാറുണ്ട്. വൈദ്യുതി പാഴാകാതിരിക്കുന്നതിനും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതിനും നാം ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ ഉൾപ്പെടുത്തി ഒരു പോസ്റ്റർ നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇത് കുട്ടികൾക്കുള്ള വർക്കാണ്. ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിപ്പിക്കുമ്പോൾ നടക്കുന്ന ഊർജ മാറ്റം എന്താണ്? അപ്പം നമുക്കറിയാം, ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിപ്പിക്കുമ്പോൾ അവിടെ എന്താണ്? രാസോർജം ആദ്യം വൈദ്യുതോർജവും പിന്നെ എന്തായി മാറുന്നു? പ്രകാശോർജവുമായി മാറുന്നു. രാസോർജമാണ്, അത് വൈദ്യുതോർജമാകുന്നു, പിന്നെ അത് പ്രകാശോർജമാകുന്നു. തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്യൂട്ട്? ഫാൻ കറങ്ങുന്നു, കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു, മിക്സി പ്രവർത്തിക്കുന്നു, ബൾബ് പ്രകാശിക്കുന്നു. അപ്പോൾ തന്നിരിക്കുന്നതിൽ തുറന്ന സർക്യൂട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതാണ് തുറന്ന സർക്യൂട്ട് എന്ന് പറയുന്നത്. ഫാൻ കറങ്ങുന്നതും അതുപോലെ മിക്സി പ്രവർത്തിക്കുന്നതും ബൾബ് പ്രകാശിക്കുന്നതുമൊക്കെ എന്താണ്? ക്ലോസ്ഡ് സർക്യൂട്ടുകളിലാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ നമുക്ക് കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സോളാർ പാനലുകളിൽ നിന്നാണ്. കേരളത്തിൽ വേനൽക്കാലത്ത് ചിലപ്പോൾ വൈദ്യുതി ക്ഷാമം ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ട്? അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ എന്താണ് കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് ജലവൈദ്യുത പദ്ധതിയാണ്. കൂടുതലും എവിടെ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇടുക്കിയിലെ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ വേനൽക്കാലമാകുമ്പോൾ എന്ത് ചെയ്യും? ജലക്ഷാമം ഉണ്ടാവും. അത് വൈദ്യുതി ക്ഷാമത്തിന് കാരണമാകും. ജലാശയത്തിലേക്ക് വൈദ്യുത കമ്പി പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടോ? എന്തുകൊണ്ട്? അപ്പോൾ നമുക്കറിയാം, ജലമെന്ന് പറയുന്നത് നല്ലൊരു വൈദ്യുതി വഹിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നതാണ് ഏത് ജലമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത്. ഇലക്ട്രിക് ലൈൻ പൊട്ടി വെള്ളത്തിൽ വീണാൽ അവിടെ എന്ത് സംഭവിക്കുന്നത്? ഷോക്ക് ഏൽക്കുന്നത്. തുറന്ന സർക്യൂട്ടിൻ്റെ ചിത്രം നിരീക്ഷിക്കൂ. ഇതിനെ അടഞ്ഞ സർക്യൂട്ടാക്കി മാറ്റി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി തുടർ പ്രവർത്തനങ്ങൾ. വിവിധ ഉപകരണങ്ങളും ബാറ്ററിയും ഉപയോഗിച്ച് വൈദ്യുത സർക്യൂട്ടുകൾ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജലവൈദ്യുത നിലയത്തിൻ്റെ മാതൃക നിർമ്മിച്ച് പ്രവർത്തനം വിശദീകരിക്കാനുമൊക്കെ ഇവിടെ
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.